ഹലോ ഗൈസ്, ഈ ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കൽ നിങ്ങൾ EV വാങ്ങരുത്. കാരണം ഞാൻ പറഞ്ഞുതരാം. ആസൂത്രണമില്ലാതെ ട്രിപ്പ് അടിക്കുന്ന ചങ്കുകൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ തലവേദനയായി മാറിയേക്കാം. നട്ടപ്പാതിരയ്ക്കും അല്ലെങ്കിൽ വാഹനത്തിന്റെ ബാറ്ററി ചാർജ് ചെയ്യാതെയും അതിരാവിലെയോ ഒരു റോഡ് ട്രിപ്പിന് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇലക്ട്രിക് വാഹനം നിങ്ങൾക്ക് അനുയോജ്യമേ അല്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചാർജ് ചെയ്യുന്ന ഒരാളെങ്കിൽ നിങ്ങൾക്ക് 120 കിലോമീറ്റർ ദൂരം പെട്ടെന്ന് യാത്ര ചെയ്യേണ്ടി വന്നാൽ വാഹനം വഴിയിൽ കുടുങ്ങുവാനോ അല്ലെങ്കിൽ ഹൈവേയിൽ ചാർജ് ചെയ്യാനായി കാത്തു നിൽക്കേണ്ടി വരികയോ ചെയ്യാം. 2-3 വർഷത്തിനുള്ളിൽ കാർ മാറ്റുന്ന ശീലമുള്ള വ്യക്തികൾ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കണമെന്നില്ല. ICE വാഹനങ്ങളെ അപേക്ഷിച്ച് യൂസ്ഡ് EV വിപണിയിൽ വളർന്നു വരുന്നതേയുള്ളൂ. അതിനാൽ നിലവിൽ യൂസ്ഡ് EVകൾ വില കുറവാണ്. അധികകാലം ഒരു കാർ ഉപയോഗിക്കാതെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് EVകൾ നിലവിൽ അനുയോജ്യമാകില്ല. സ്വന്തമായി പാർക്കിംഗ് സ്ഥലമില്ലാത്ത അപ്പാർട്ട്മെന്റുകൾ താമസിക്കുന്ന ആളുകൾക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ദിവസം 10 മുതൽ 15 വരെ കിലോമീറ്റർ മാത്രം യാത്രയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ EV വാങ്ങുന്നതിലൂടെ അധിക ചെലവ് തിരികെ ലഭിക്കാൻ വർഷങ്ങളെടുക്കും. ഈ ശീലങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ EVകൾ വാങ്ങാൻ അല്പം കൂടി കാത്തിരിക്കുന്നതാവും നല്ലത്.